കൊലപാതകിയെ ഇപ്പോൾ പോലീസ് തിരികെ കൊണ്ടുപോവുകയാണ്. അതായത് മൃതദേഹം പുറത്തെടുത്തു. അതിനുശേഷം ഈ തെളിവെടുപ്പ് പൂർത്തിയായ ശേഷം ഇനിയിപ്പോൾ പ്രതിയെ കൊണ്ടുപോവുകയാണ്. തെളിവെടുപ്പിൻ്റെ ഭാഗമായി തന്നെയാണ് പോലീസ് ഇപ്പോൾ പ്രതിയുമായിട്ട് നീങ്ങുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ കൊല നടത്തിയ ശേഷം ഇയാളൊരു പക്ഷേ എങ്ങോട്ടാണ് പോയത് എന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ പോലീസ് മുമ്പാകെ ഇയാൾ പങ്കുവയ്ക്കുക. ഈ കഴിഞ്ഞ 14-നാണ് ആ സംഭവം നടക്കുന്നത്. ഇപ്പോൾ പ്രതിയുമായി, അതായത് ഈ കൊല നടത്തിയ ശേഷം ഈ പ്രതി എങ്ങോട്ടേക്കാണ് പോയത്, ഈ കാര്യങ്ങളടക്കം ഒരുപക്ഷെ പോലീസിന് മുമ്പാകെ പങ്കുവയ്ക്കുകയാണ്. നിലവിൽ നമുക്ക് കാണാം, ഇതൊരു കുന്ന് പോലത്തെ ഒരു പ്രദേശമാണ്. പൂഴിമണ്ണാണ്. ഈ പൂഴിമണ്ണിലാണ് ഈ അൽപ്പനയെ ഇയാൾ കുഴിച്ചിട്ടത്. അതും കേവലം ഒരു സംശയത്തിൻ്റെ പേരിൽ. 2 മക്കളുണ്ട്. 7, 9 വയസ്സുള്ള 2 കുട്ടികളാണുള്ളത്. അവർ ഇവിടെ തന്നെ പഠിക്കുന്ന കുട്ടികളാണ്. പിന്നീട് കൊല നടത്തിയ ശേഷം അയാൾ ഈ കുട്ടികളുമായി പോകാൻ ശ്രമിക്കുമ്പോഴാണ് എറണാകുളത്ത് നിന്ന് പോലീസ് പിടികൂടുന്നത്. ആ അൽപ്പനയുടെ ചെരുപ്പ് പോലീസ് കണ്ടെടുക്കുകയാണ്. നിലവിൽ അൽപ്പനയുടെ ചെരുപ്പ്, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഒരു ചെരുപ്പ് കണ്ടെടുത്തു. ഇതാ മറ്റൊരു ചെരുപ്പും ഇയാൾ കണ്ടെടുത്തു. അതായത് കൊലപാതകം നടത്തിയ ശേഷം ആ ചെരുപ്പ് 2ഉം അവിടെ നിന്ന് വലിച്ചെറിഞ്ഞു കളഞ്ഞു. അതും ഈ തൊട്ടടുത്ത് തന്നെയാണ്. അതായത് ഈ കൊല നടത്തിയ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 10 മീറ്റർ മാത്രം വേണമെങ്കിൽ ദൂരമെന്ന് പറയാം. അൽപ്പന ഇട്ടിരുന്ന ആ ചെരുപ്പ്, അതും ഇപ്പോൾ പോലീസ് പ്രതിയിൽ നിന്നും കണ്ടെടുത്തിരിക്കുന്നു. വളരെ ഒരുപക്ഷെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇയാൾ ഇവിടെ തന്നെയാണ് തൊഴിലെടുത്തിരുന്നത്. ആ തൊഴിലിടത്തിൽ വന്ന് ഭാര്യയെ വളരെ തന്ത്രപരമായി കൂട്ടിക്കൊണ്ടുവന്ന് കൊല നടത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ ഒരു കൊലപാതക വാർത്ത എറിഞ്ഞ് ഈ വീട്ടിലേക്ക് നിരവധിയായ ആളുകൾ, ഈ അയർക്കുന്നത്തെ ആളുകളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു കൊലപാതകം ഈ നാട്ടിൽ ആദ്യമാണ്. അതും ഒരു ഇതര സംസ്ഥാനക്കാരൻ വന്ന് അയാളുടെ ഭാര്യയെ ഈ നാട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു എന്നതാണ്. ഇപ്പോൾ ചെരുപ്പ് 2ഉം അയാൾ കണ്ടെടുത്തിരിക്കുന്നു. ആ ചെരുപ്പുമായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഒരു ദിഭാഷിയുണ്ട്. അദ്ദേഹമാണ് ഈ കാര്യങ്ങൾ എല്ലാം പോലീസിന് മുമ്പാകെ ഇയാൾ പറയുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഈ തെളിവെടുപ്പും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്തായാലും പോലീസിന് മുമ്പാകെ കിട്ടിയ ആ CCTV തെളിവുകളാണ് ഒരുപക്ഷെ പ്രതിയെ നേരത്തെ തന്നെ പോലീസിന് പിടിക്കാൻ കഴിഞ്ഞത്. ആ CCTV ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇയാളുടെ നാട്ടിലേക്ക് കടന്നു കളഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ പ്രതിയെ പിടികൂടാൻ ഏറെ വൈകും. കൊലപാതകം ഒരുപക്ഷെ നേരത്തെ തന്നെ അറിയാൻ സാധിക്കുമായിരുന്നു. കാരണം വളരെ ആഴത്തിലൊന്നുമല്ല ഈ മൃതദേഹം കുഴിച്ചിട്ടിരുന്നത്. ഇവിടെ വരുമ്പോൾ തന്നെ ഇന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. 5 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ വളരെ വലിയ ദുർഗന്ധമാണ് ഈ പ്രദേശത്തും മറ്റുമൊക്കെ ഉണ്ടായിരുന്നത് രാവിലെയോടുകൂടി. അതുൾപ്പെടെ ഇത് കണ്ടെത്താൻ സഹായമായി എന്ന് വേണമെങ്കിൽ പറയാം. നിലവിലിപ്പോൾ വീണ്ടും ആ ചെരുപ്പ് കണ്ടെടുത്ത് വീണ്ടും ആ സ്ഥലത്തേക്ക് തന്നെ പ്രതിയുമായി പോലീസ് സംഘം തിരിക്കുകയാണ്.